വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി പരിചയപ്പെടാം. പിന്നെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 മീഡിയം സൈസിലുള്ള സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർന്നതായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സബോളൊക്കെ നന്നായിട്ടൊന്ന് വാടി ചെറിയൊരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമുളക് മാറി വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്തുകായിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടിയായിട്ട് ഈ തക്കാളി ഒന്ന് മെൽറ്റായിട്ട് വരണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് അടച്ച് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തുകായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ചിക്കൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ വഴറ്റുന്ന സമയത്ത് തീ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റാൻ നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ കറി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചിക്കൻ മസാലയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിയ ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അതുപോലെ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. എരി നമ്മുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ചേർത്തത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു മുടിങ്ങായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് കറി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി നെയ്യൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ബാച്ചിലേഴ്സിലാണെങ്കിലും സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്